യുദ്ധം 8-ാം ദിവസത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഇറാൻ ഭരണകൂടത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ ഇറാൻ സൈന്യത്തിന്റെയും അതുപോലെ IRGCയുടെയും ഒക്കെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയോ എന്ന് സംശയിക്കുന്ന മണിക്കൂറുകളാണ്. കാരണം കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഈ സമീപത്തുള്ള സുഹൃത്ത് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നൊരു പ്രഖ്യാപനം നടത്തിയത്. ഒപ്പം അങ്ങനെ നടന്ന ആക്രമണങ്ങളിൽ ഞങ്ങൾ നേരിട്ട് ആക്രമിച്ചതല്ല, അമേരിക്കൻ ബേസുകളെയാണ് ആക്രമിച്ചത്, ഞങ്ങളുടെ ശത്രുക്കളുടെ ടെറിട്ടറികളാണ്, ബേസുകളാണ് ആക്രമിച്ചത് എന്നും ഇനി അങ്ങനെയുള്ള ആക്രമണങ്ങൾ സുഹൃത്ത് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്നും പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും അതിലൊരു വ്യക്തതക്കുറവുണ്ടായിരുന്നു. അതായത് അമേരിക്കൻ ബേസുകളിലേക്ക് ഇനി ആക്രമണം നടത്തില്ല എന്നാണോ പെസഷ്കിയാൻ പറഞ്ഞിരിക്കുന്നത്, അതോ അത്തരം ആക്രമണങ്ങൾ തുടരുമോ എന്ന നിലയിലുള്ള ഒരു വ്യക്തതക്കുറവുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ലൈവിലൊക്കെ അത് സൂചിപ്പിച്ചിരുന്നതുമാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ വിവിധ രാജ്യങ്ങളിലേക്ക്, ഖത്തറടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ, ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ, അത്തരം വാർത്തകൾ വരുമ്പോഴാണ് ഒന്നുകിൽ ഈ യുദ്ധത്തിന്റെ നിയന്ത്രണം ഇറാൻ ഭരണകൂടത്തിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ ഈ മേഖലകളിലേക്ക് മറ്റാരെങ്കിലും കടന്നുകയറി, ഇസ്രയേലിന്റെ ചാരസംഘങ്ങളൊക്കെ കടന്നുകയറി ആക്രമണം നടത്തുന്നു എന്ന് നമ്മൾ കരുതേണ്ടി വരും. പല ഘട്ടങ്ങളിലായിട്ട് സൂചനകൾ ഉണ്ടായിരുന്നു. അതായത് ഇനിയിപ്പോ ഇറാൻ ഭരണകൂടം വിചാരിച്ചാൽ പോലും നിർത്താൻ കഴിയാത്ത യുദ്ധമാണ് എന്ന നിലയിൽ. കാരണം IRGCയും ഇറാൻ ആംഡ് ഫോഴ്സും ഒക്കെ അവരുടെ താൽപര്യപ്രകാരം, അവരുടെ ഇഷ്ടപ്രകാരം ആക്രമണങ്ങൾ നടത്തുകയാണ് എന്ന നിലയിലുള്ള വാർത്തകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആയത്തുള്ള അലി ഖംനേയി എന്ന് പറയുന്നത് IRGCയെ സംബന്ധിച്ച്, ആംഡ് ഫോഴ്സിനെ സംബന്ധിച്ചൊക്കെ അവരുടെ വികാരമാണ്. അവരുടെ റിപ്പോർട്ടിംഗ് ഓഫീസറായിരുന്നു. നേരിട്ട് അവർ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയിയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു നേതാവിനെ കൊലപ്പെടുത്തിയതിന്റെ വല്ലാത്ത പക, സ്വാഭാവികമായ ഒരു പ്രതികാരവാഞ്ച ആ സേനയ്ക്കുണ്ടാകുമെന്നും അത് അവരുടെ ഇഷ്ടപ്രകാരം അതിന് പ്രതികാരം ചെയ്യും എന്ന നിലയിലുള്ള വിലയിരുത്തലുകൾ അത് ശരിയാകുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന മണിക്കൂറുകളാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പെസഷ്കിയാൻ ഇത് പറഞ്ഞതിന് ശേഷവും എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് ഉള്ള രാജ്യങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത്, ഇനി ഇറാൻ ഭരണകൂടം വിചാരിച്ചാൽ പോലും ഈ യുദ്ധത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത വണ്ണമുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയോ എന്ന പ്രധാനപ്പെട്ടൊരു സംശയം ഉയരുന്ന മണിക്കൂറാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായ ചില കാര്യങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് അവിടുത്തെ ഖത്തമൽ അൻബിയയുടെ സ്പോക്സ് പേഴ്സൺ ഇബ്രാഹിം സുൽഫഗരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇബ്രാഹിം സുൽഫഗരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 220 അമേരിക്കൻ സൈനികരെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കൊലപ്പെടുത്തുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്തു എന്നാണ് ഖത്തമൽ അൻബിയയുടെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതിൽ എടുത്തു പറയുന്ന കാര്യം, കഴിഞ്ഞ 24 മണിക്കൂറിൽ ബഹ്റിനിലെ 5th ഫ്ലീറ്റിൽ മാത്രം 21 പേരെ കൊലപ്പെടുത്തി, 21 അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തിയെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. അതുപോലെ തന്നെ UAEയിലെ ബേസ് അൽ ദഫ്ര എയർബേസിൽ നിരവധി പേരെ കൊല്ലുകയും നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ 220 അമേരിക്കൻ സൈനികരെങ്കിലും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം തന്നെ ഈ പല രാജ്യങ്ങളിലെയും പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു എന്നുള്ള നിലയിലുള്ള വാർത്തകൾ അമേരിക്കൻ മാധ്യമങ്ങൾ, വാഷിംഗ്ടൺ പോസ്റ്റ് ആകട്ടെ, CNN ആകട്ടെ, ചാനലാകട്ടെ, അവരൊക്കെ ആ നിലയ്ക്കുള്ള വാർത്തകൾ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇറാന്റെ പരിപാടി അത് തന്നെ ആയിരിക്കും. അതായത് കുറച്ച് ദുർബലമായ ആയുധങ്ങളൊക്കെ ഈ പല ഏരിയകളിലേക്കും അയച്ച്, പ്രത്യേകിച്ചും അമേരിക്കൻ ക്യാമ്പുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾക്ക് നേരെ അയച്ച്, ഇസ്രയേലിന് നേരെയൊക്കെ അയച്ചിട്ട് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ദുർബലപ്പെടുത്തുക. ഇപ്പോൾ CNN ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഈ മേഖലയിൽ ഏത് രാജ്യമാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, ഒരു രാജ്യത്ത് കൃത്യമായിട്ടും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, പശ്ചിമേഷ്യയിലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അമേരിക്കയുടെ ആലിയായ, അവരുടെ സൗഹൃദ രാജ്യമായ ഒരു രാജ്യത്ത് പൂർണ്ണമായിട്ടും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു എന്നാണ്. ചിലപ്പോൾ അത് ജോർദാനെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായിട്ടും ഒരു രാജ്യത്ത് തകർന്നു പോകുക എന്ന് പറഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അതിന് പകരം സംവിധാനം ഉണ്ടാക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത സൗത്ത് കൊറിയയുമായി സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കയുടെ താഡ് സിസ്റ്റം അവര് 8 ഇടങ്ങളിൽ, ഇപ്പോൾ ജോർദാൻ അടക്കമുള്ള 8 ഇടങ്ങളിലാണ് അവർ വിന്യസിച്ചിരുന്നത്. അതിൽ ജോർദാനിൽ പൂർണ്ണമായിട്ടും അത് തകർന്നുപോയി. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് സൗത്ത് കൊറിയയിൽ ഓൾറെഡി അവർ വെച്ചിരിക്കുന്ന താഡ് സംവിധാനം എടുത്തുകൊണ്ട് ഈ ജോർദാനിലേക്ക് വരാൻ പറ്റുമോ എന്ന് അമേരിക്ക ആലോചിക്കുന്നത്. അങ്ങനെ ഒരു അഭ്യർത്ഥന സൗത്ത് കൊറിയയോട് നടത്തിയിരിക്കുന്നത്. എത്ര ദയനീയമായൊരു സാഹചര്യമാണെന്ന് നോക്കൂ അമേരിക്കയ്ക്ക് സംഭവിക്കുന്നത്, എത്ര വലിയ നാണക്കേടാണെന്ന് നോക്കൂ. ഇപ്പോൾ സൗത്ത് കൊറിയയ്ക്ക് ഏതായാലും അമേരിക്ക ഫ്രീ ആയിട്ട് കൊടുത്ത സംവിധാനമൊന്നും ആയിരിക്കില്ല. അപ്പോൾ സൗത്ത് കൊറിയ പണം കൊടുത്തു വാങ്ങിയ താഡ് സംവിധാനം, അമേരിക്കയുടെ താഡ് സംവിധാനം അവിടെ നിന്ന് ഇപ്പോൾ അമേരിക്ക കടം വാങ്ങേണ്ടി വരുന്ന ഗതികേട്, യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്ക കടം വാങ്ങേണ്ടി വരുന്ന ഗതികേടിലേക്ക് അമേരിക്ക പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ
ഇറാൻ പറയുന്ന ഇറാൻ ആംഡ് ഫോഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അമേരിക്ക ഇതിനകം തന്നെ നാണം കെട്ട് കഴിഞ്ഞു. അമേരിക്ക ഇത് നാണം കെട്ട് ഒരുപാട് നാണം കെട്ട് അവസാനം അമേരിക്കയുടെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത് കീഴടങ്ങി പരാജയപ്പെട്ട് തിരിച്ചു പോവുക മാത്രമായിരിക്കും എന്ന് ഇറാൻ ആംഡ് ഫോഴ്സിന്റെ വക്താവ് പറയുന്നുണ്ട്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഡൊണാൾഡ് ട്രംപ് വലിയ അവകാശവാദങ്ങളുമായി നിൽക്കുകയാണ്. അമേരിക്കൻ സൈന്യം അമേസിംഗ് ആയ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മണിക്കൂറുകളിലും പറഞ്ഞത്. അദ്ദേഹം മറ്റൊരു അവകാശവാദം കൂടി ഉന്നയിക്കുന്നു. 42 യുദ്ധക്കപ്പലുകൾ, ഇറാന്റെ 42 യുദ്ധക്കപ്പലുകൾ അമേരിക്കൻ സേന തകർത്തു എന്ന് അദ്ദേഹം കഴിഞ്ഞ മണിക്കൂറിൽ പറയുന്നുണ്ട്. അതിനോടൊപ്പം ഇസ്രായേലിൽ നിന്ന് വരുന്ന ഒരു അവകാശവാദം, ഇസ്രായേല് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 16 എയർക്രാഫ്റ്റുകൾ, ഇറാന്റെ 16 എയർക്രാഫ്റ്റുകൾ തകർത്തു എന്ന് ഇസ്രയേൽ പറയുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് കൂടി അതിശക്തമായി ഇസ്രയേലിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു എന്ന് വാർത്തകളിൽ നിന്ന് സ്ഥിരീകരിക്കാം. ഇന്ന് തന്നെ 2 ആക്രമണങ്ങൾ, ഇന്ന് പകലും പുലർച്ചെയും അതുപോലെ ഇന്ന് ഏതോട് ഉച്ചയോടടുപ്പിച്ചും 2 ആക്രമണങ്ങൾ ഇസ്രയേലിലേക്ക് നടത്തിയെന്ന് ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് നടത്തി എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കപ്പെടുകയാണ്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ ഇറാൻ ആംഡ് ഫോഴ്സിന്റെ വക്താവ് അബു ഫസൽ ഷക്കാർഷി ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കടക്കം മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യം ഇറാനെതിരായ ചേരിയിൽ ചേർന്നാൽ, ഇറാനെതിരായ സഹായങ്ങൾ നൽകുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞാൽ അവരും ഞങ്ങളുടെ ശത്രു ചേരിയിലേക്ക് വരും, അവരുടെ താവളങ്ങളും ആക്രമിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് ഈ അബു ഫസൽ ഷക്കാർഷി നൽകുന്നുണ്ട്. അമേരിക്ക തങ്ങളുടെ എല്ലാ ആയുധങ്ങളും പരീക്ഷിച്ചു നോക്കി എന്നാണ് ഷക്കാർഷി പറയുന്നത്. അവർ 3ാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അവിടെ ഉപയോഗിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അന്ന് ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന ആയുധങ്ങൾ പോലും പുറത്തെടുത്തു എന്നാണ് ഷക്കാർഷി പറയുന്നത്. എന്നിട്ടും അവർ ഇപ്പോഴും ആയുധങ്ങൾക്ക് ക്ഷാമം നേരിടുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അമേരിക്ക മറ്റൊരു സൈനിക നടപടി കൂടി നേരിടേണ്ടി വരുന്നൊരു ഘട്ടം ഉണ്ടായാൽ അമേരിക്ക വല്ലാതെ കഷ്ടപ്പെട്ടു പോകും എന്നുകൂടി ഇറാൻ പറയുന്നുണ്ട്. സകല ആയുധങ്ങളും എടുത്തിട്ടാണ് ഇപ്പോൾ തങ്ങൾക്കെതിരെ ഇവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ അമേരിക്ക മറ്റു രാജ്യങ്ങളുമായി മറ്റൊരു സംഘട്ടനത്തിൽ ഏർപ്പെട്ടാൽ അത് ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ അമേരിക്കയ്ക്കുണ്ടാക്കും. കാരണം അവർ അപമാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ യുദ്ധമുഖത്ത് തങ്ങളുടെ എല്ലാ ആയുധങ്ങളും എടുത്ത് പരീക്ഷിക്കുകയാണ്. എല്ലാ ആയുധങ്ങളും യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടും അവർ ഇതിനകം അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഇതിലും വലിയ അപമാനം നേരിടേണ്ടി വരുമെന്ന് ഷക്കാർഷി പറയുന്നു. മേഖലയിലുടനീളമുള്ള 1 ഡസനിലധികം അമേരിക്കൻ കേന്ദ്രങ്ങളെ, സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുവരെ 14 അമേരിക്കൻ ബേസുകൾ ഈ മേഖലയിൽ ആക്രമിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവർ കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഇവിടെ സ്ഥാപിച്ചു. പക്ഷേ നിസ്സാര പൈസയ്ക്കുള്ള ആയുധങ്ങൾ കൊണ്ടാണ് തങ്ങൾ ഈ കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിച്ചത് എന്നും ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ തകർത്ത് കളഞ്ഞത് എന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ബഹ്റിനിലെ US താവളം, 5th ഫ്ലീറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ നടന്ന ഒരു സംഭവം അദ്ദേഹം പറയുകയാണ്. ആ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടുള്ള പ്രതികാര നടപടിയുടെ വിശദാംശങ്ങൾ ഞാനായി പറയുന്നില്ല, അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്നാണ്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇബ്രാഹിം സുൽഫഗരി പറയുന്നത് അവിടെ 20 സൈനികരെയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ബഹ്റൈനിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. അതുപോലെ ഷക്കാർഷി പറയുന്ന മറ്റൊരു കാര്യം, തങ്ങൾ തകർത്ത ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഈ രാജ്യത്തെ എയർബേസുകൾ, ആ താവളങ്ങൾ നിലവിലെ അവസ്ഥയിൽ പലതും അടുത്ത 5 വർഷത്തേക്കെങ്കിലും പുനർനിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവയിൽ പലതും അവശിഷ്ടങ്ങളായി മാറിയിരിക്കുന്നു. 50 വർഷത്തിലേറെയായി അമേരിക്ക നടത്തിയ എല്ലാ നിക്ഷേപങ്ങളും നശിപ്പിക്കപ്പെട്ടുവെന്ന്. ഈ മേഖലയിൽ, പശ്ചിമേഷ്യയിൽ 50 വർഷത്തിലേറെയായി അമേരിക്ക നടത്തിയ എല്ലാ നിക്ഷേപങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്നുകൂടി ഇറാൻ ആംഡ് ഫോഴ്സിന്റെ വക്താവ് ഷക്കാർഷി പറയുന്നുണ്ട്. ഈ കാരണത്താലൊക്കെ അമേരിക്കയ്ക്ക് ഈ അവർ തുടങ്ങിവെച്ച യുദ്ധത്തിൽ നിന്ന് പരാജയപ്പെട്ട് കീഴടങ്ങുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ട്രംപ് അവിടെ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ട്രംപ് പറയുന്നത് നിരുപാധികം കീഴടങ്ങുകയല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇറാന്റെ മുമ്പിലില്ല, അങ്ങനെയല്ലാതെ ഞാൻ അടങ്ങില്ല എന്നാണ്. അവരുടെ നിരുപാധികം കീഴടങ്ങൽ കൊണ്ടല്ലാതെ താൻ അടങ്ങില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഇറാൻ ആംഡ് ഫോഴ്സിന്റെ വക്താവ് പറയുന്നു നിരുപാധികം പരാജയപ്പെട്ട് കീഴടങ്ങി തിരിച്ചു പോവുക എന്നുള്ളതല്ലാതെ അമേരിക്കക്കാരുടെ മുമ്പിൽ ഒരു വഴിയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ശേഷമുള്ള കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ശരിക്കും സംഭവിച്ചത് ചരിത്രത്തിൽ അമേരിക്കയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അമേരിക്കയുടെ മുഴുവൻ ചരിത്രത്തിലും ഉണ്ടായിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇതിനകം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നത്. US സൈന്യം നിരാശരും ക്ഷീണിതരുമായ ഒരു സംഘം മാത്രമാണ്, ആൾക്കൂട്ടം മാത്രമായി തീർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്.
അതുപോലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളോട് ഷെക്കാർഷി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ അമേരിക്കൻ താവളങ്ങൾ, നിങ്ങൾ ഈ വലിയ സമ്പത്തൊക്കെ മുടക്കി സ്ഥാപിച്ച ഈ അമേരിക്കൻ താവളങ്ങൾ നിങ്ങൾക്ക് സുരക്ഷയാണോ കൊണ്ടുവരുന്നത്? ഇപ്പോൾ നിങ്ങൾക്കത് സുരക്ഷയല്ല, വെല്ലുവിളിയാണ് എന്ന് ബോധ്യമായിട്ടില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സുരക്ഷയേക്കാൾ അരക്ഷിതാവസ്ഥയാണ് ഇത്തരം സേനാ താവളങ്ങൾ, അമേരിക്കയുടെ സേനാ താവളങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ, ഞങ്ങളുടെ സഹോദര രാജ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുണ്ട് ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുണ്ട്. പക്ഷേ ഈ മേഖലയിലെ ഒരു രാജ്യങ്ങൾക്കും ഞങ്ങൾ ഭീഷണി ഉയർത്തുന്നില്ലല്ലോ. ഇതുവരെ ഞങ്ങൾ മേഖലയിലെ രാജ്യങ്ങൾക്ക് ഒരു നാശനഷ്ടവും വരുത്തിയിട്ടില്ല, ഒരു രാജ്യത്തിന്റെയും സ്വയംഭരണം ലക്ഷ്യമിട്ടിട്ടുമില്ല എന്നാണ് ഷെക്കാർഷി പറയുന്നത്. അതുപോലെ അമേരിക്കയ്ക്കും സയനിസ്റ്റ് ശക്തികൾക്കുമെതിരായ തങ്ങളുടെ ആക്രമണം അനുദിനം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ അത്ഭുതങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അമേരിക്കയെയും സയനിസ്റ്റ് ശക്തികളെയും അത്ഭുതപ്പെടുത്തുന്ന കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് വരും ദിവസങ്ങളിൽ വെളിവാകും എന്ന് അദ്ദേഹം പറയുന്നു. സയനിസ്റ്റ് ഭരണകൂടത്തെ ആക്രമിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിധമായ പരിധിയും ഞങ്ങൾ വയ്ക്കുന്നില്ല. കൂടുതൽ നൂതനമായ ആയുധങ്ങൾ ഉപയോഗിക്കുകയും ഞങ്ങളുടെ രാജ്യത്തെ അമ്മമാർക്ക് സന്തോഷവാർത്ത പ്രദാനം ചെയ്യുകയും ചെയ്യും ഞങ്ങളുടെ ചുണക്കുട്ടികളായ സൈന്യം എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ ഈ റഡാർ സംവിധാനങ്ങൾ, ജോർദാനിലെയും ഖത്തറിലെയും ഒക്കെ റഡാർ സംവിധാനങ്ങൾ തകർത്തു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളാരും സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല, വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നില്ലേ. ജോർദാനിലെ $300 മില്യൺ വിലയുള്ള താഴ് സംവിധാനം തകർന്നതായിട്ട് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നില്ലേ. ഖത്തറിൽ ആദ്യം തന്നെ ഞങ്ങൾ അടിച്ചു കളഞ്ഞതാണ് അവിടുത്തെ സംവിധാനങ്ങളൊക്കെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഖത്തറിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ വെച്ചാൽ ആദ്യം സൈറൻ ഉണ്ടായിരുന്നു, ഇപ്പൊ സൈറൻ ഇല്ല എന്നുള്ള വാർത്തകളാണ് നമുക്ക് കിട്ടുന്ന വാർത്തകളാണ് അങ്ങനെ. അപ്പോൾ അത് ആ നിലയ്ക്കാണ് ഇവരുടെ റഡാർ സംവിധാനങ്ങളെ അടക്കം, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ അടക്കം കൃത്യമായും ദുർബലമാക്കിക്കൊണ്ടുള്ള വേവുകളാണ്. ഇപ്പൊ 25ാം വേവ് പുരോഗമിക്കുകയാണ്. അങ്ങനെയുള്ള വേവുകളിലൂടെ, അങ്ങനെയുള്ള ആക്രമണ തിരമാലകളിലൂടെയാണ് ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് അമേരിക്കയും ഇസ്രയേലും ഒക്കെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇറാൻ പറയുന്നു ഞങ്ങൾ ഇങ്ങനെ എൻറ്റർ ചെയ്ത് പതിയെ ഇതിന്റെ ഒരു ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന്റെയും ഇവിടുത്തെ മറ്റ് അമേരിക്കൻ ബേസുകളുള്ള ഈ രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകളുടെയും പ്രതിരോധ ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തിയായി കഴിയുന്നതോടെയാണ് യഥാർത്ഥത്തിൽ പ്രയോഗിക്കേണ്ട ആയുധങ്ങൾ തങ്ങൾ പ്രയോഗിക്കുക എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇറാൻ ആംഡ് ഫോഴ്സിന്റെ വക്താവ് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഖത്തമൽ അൻബിയുടെ വക്താവ് പറയുന്നുണ്ടെങ്കിൽ, അവർക്ക് കൃത്യമായ കണക്കുകൂട്ടൽ ഇതിലുണ്ട് എന്നാണ്. ഒരു കണക്കുകൂട്ടലോ ഒരു ധാരണയോ ഇല്ലാതെ യുദ്ധരംഗത്തിറങ്ങിയ ഡൊണാൾഡ് ട്രംപിനെ പോലെ അല്ല ഇറാൻ കൃത്യമായിട്ടും കുറഞ്ഞപക്ഷം അവരുടെ സൈന്യത്തിനെങ്കിലും എത്രനാൾ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്നതിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ഏത് നിലയ്ക്ക് ഈ ശത്രുക്കളുടെ ക്യാമ്പുകളിലേക്കാകട്ടെ, ഇസ്രയേലിലേക്കാകട്ടെ, അമേരിക്കയ്ക്ക് നേർക്കാകട്ടെ ആക്രമണം നടത്തേണ്ടത് എന്ന് ഒരു ധാരണയുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുപോലെ ഹോർമൂസ് കടലിടുക്ക് തങ്ങൾ അടച്ചിട്ടില്ല, അവിടെ അതുവഴി വരുന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പലുകൾ മാത്രം തകർക്കുമെന്നാണ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഏറ്റവും നമുക്കിപ്പോൾ വല്ലാത്തൊരു സങ്കടാവസ്ഥ തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇറാൻ ഭരണകൂടം പ്രഖ്യാപിക്കുന്നത് പോലും നടപ്പിലാകാത്ത വണ്ണം ഈ സംവിധാനം, ഈ യുദ്ധം ഇറാൻ ഭരണകൂടത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ വിട്ടുപോയോ എന്നുള്ള സംശയമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തുള്ള വലിയ അപകടങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാന്റെ ഭരണകൂടത്തിന് IRGCയെയും അതുപോലെ ഇറാൻ ആംഡ് ഫോഴ്സിനെയും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായാൽ, അതുപോലെ ഹിസ്ബുള്ള അടക്കമുള്ള സംഘങ്ങൾ, അവരിപ്പോൾ ആരുടെയെങ്കിലും ആജ്ഞ കാത്തിട്ടല്ലോ, നേരിട്ട് അവരുടെ തീരുമാനപ്രകാരമാണ് യുദ്ധരംഗത്തേക്ക് വരുന്നത്. ഹൂത്തികൾ എന്തുകൊണ്ടാണ് ഇതുവരെ മിണ്ടാതിരിക്കുന്നത് നമുക്കറിയില്ല. അതും ഒരു ടാക്ടിക്സ് ആണോ നമുക്കറിയില്ല. ഏത് നിമിഷവും ഹൂത്തികൾ ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് ഹൂത്തികൾ ഈ യുദ്ധരംഗത്തേക്ക് ഉറപ്പായും എൻ്റർ ചെയ്യുന്ന ഫോഴ്സാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഹൂത്തികൾ ഏത് നിമിഷവും എൻ്റർ ചെയ്യുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ അമേരിക്കയെ സംബന്ധിച്ചും ഇസ്രയേലിനെ സംബന്ധിച്ചും ഇറാൻ പ്രതികരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് അമേരിക്കയെ സംബന്ധിച്ചും ഇസ്രയേലിനെ സംബന്ധിച്ചും അത്ര സുഖകരമല്ല. മാത്രമല്ല ഈ മേഖലയിലുള്ള ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയ തകർച്ച, മറ്റൊരു രാജ്യത്ത് നിന്ന് കടം വാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അമേരിക്കൻ സൈന്യം എത്തുന്നുണ്ടെങ്കിൽ ഇത് അതീവ ഗുരുതരമായ ഒരു നാണക്കേടും ചരിത്രത്തിൽ തന്നെ, അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അമേരിക്കൻ ഭരണകൂടവും ഡൊണാൾഡ് ട്രംപും പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഈ യുദ്ധത്തിന്റെ 8ാം ദിവസം അവസാനിക്കാനിരിക്കുന്ന ഈ മണിക്കൂറുകളിൽ പറയേണ്ടി വരിക.